വെൽക്കം ടു ബിടെക് റൂട്ടർ. നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗ് ആണ്. ഇതെന്ന് വെച്ചാൽ SML ഒരു പേപ്പറാണ്. ഇതെന്തോ ആണ് നമുക്ക് മീൻ ചെയ്യുന്നത്. ഈ പേപ്പർ കൊണ്ട് നമുക്ക് എങ്ങനെയാണ് സേഫ്റ്റി മെഷേഴ്സ് അച്ചീവ് ചെയ്യാം, ഹസാർഡ്സ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, അങ്ങനെയൊക്കെ നമുക്ക് ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്, സേഫ്റ്റിയെ കുറിച്ച് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ സേഫ്റ്റി എക്യുപ്മെന്റ്സ് നമുക്ക് യൂസ് ചെയ്ത് ഈ ഹസാർഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാം, അതിനെയൊക്കെ കുറിച്ച് പറയുന്ന ഈ ഒരു പേപ്പറാണ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗ്. ഇത് നമ്മൾ SML പഠിക്കുന്നത്. SML എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മളിപ്പോൾ കറക്റ്റ് ബിടെക്കിന്റെ ലാസ്റ്റ് പോർഷൻ ആണ്. അപ്പോൾ നമ്മൾ ബിടെക് കഴിഞ്ഞു, അടുത്ത നമ്മൾ വല്ല ഇൻഡസ്ട്രിയിലോ ഓർ സംതിങ് എവിടെയെങ്കിലും നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് നോക്കുന്നത് ഇമ്പോർട്ടൻസ് ആണ്. ഫോർ അവർ നമുക്കും നല്ലതാണ്, അതേപോലെ സൊസൈറ്റിക്ക്, അതേപോലെ ആ കമ്പനിക്കും നല്ലതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു ആക്സിഡന്റ് ആയി, അപ്പോൾ ആക്സിഡന്റ് ആയാൽ ഇപ്പോൾ നമുക്കും നമ്മളെ ഫാമിലിക്ക് ഇൻകമും അതേപോലെ കുറയും. പ്ലസ് അതേപോലെ നമുക്ക് ഇതും നമുക്ക് തരേണ്ടി വരും. നമ്മളെ മാനേജ്മെന്റ് നമുക്ക് കുറച്ച് പൈസ തരും, അവർക്ക് നമ്മൾ ഔട്ട്പുട്ട് നമുക്ക് അവർ കൊടുക്കാൻ പറ്റത്തില്ല. സോ അതൊന്നും ആവാതിരിക്കാൻ വേണ്ടി മാക്സിമം നോക്കുക. ആ ഒരു ഇതിന് വേണ്ടി തരണമാണ് ഈ ഒരു ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗ്. നമുക്ക് മോഡലിലോട്ട് പോകാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് മോഡ്യൂളാണ്. ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഈസ് പ്രൈമർലി എ മാനേജ്മെന്റ് ആക്ടിവിറ്റി വിച്ച് ഈസ് കൺസേൺ വിത്ത് റെഡ്യൂസിംഗ്, കൺട്രോളിംഗ്, എലിമിനേറ്റിംഗ് ഹസാർഡ്സ് ഫ്രം ദ ഇൻഡസ്ട്രീസ് ഓർ ഇൻഡസ്ട്രി യൂണിറ്റ്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഈ ഹസാർഡ്സ് റെഡ്യൂസ് ചെയ്യണം, ഓർ എലിമിനേറ്റ് ചെയ്യണം, ഓർ കൺട്രോൾ ചെയ്യണം. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഈ സേഫ്റ്റി യൂസ് ചെയ്യുന്നത്. Danger of life of human being is increasing with advancement of scientific development in different fields. പിന്നെ the importance of industrial safety was realized because every millions of industrial accidents occur which results in ഡെത്ത്. പല അപകടം പറ്റി മരിക്കാനും ചാൻസ് ഉണ്ട്. അതേപോലെ ടെമ്പററി ഓർ പെർമനന്റ് ഡിസബിലിറ്റീസ് ഓഫ് എംപ്ലോയീസ്. എങ്ങനെ വല്ല അപകടം പറ്റി കൈയൊടിയോ ഓർ കാലൊടിയോ അങ്ങനെയൊക്കെ ടെമ്പററി ആയിട്ട് ഓർ പെർമനന്റ് ആയിട്ട് ഡിസബിലിറ്റീസ് എംപ്ലോയീസിന് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ലാർജ് എമൗണ്ട് ഓഫ് ലോസ്. ഇങ്ങനെയൊക്കെ വരാതൊക്കെ ഇരുന്നാൽ നമ്മളെ കമ്പനിക്കും ലോസ് ആണ്, നമുക്കും അതേപോലെ അത്രയ്ക്കും നമ്മൾ ഏൺ ചെയ്യുന്ന പോലെ അത്രയ്ക്ക് ഇൻകം നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, കമ്പനി എന്തായാലും കുറച്ച് എമൗണ്ട് തരും, എന്നാലും നമ്മളിപ്പോൾ ഓരോ മാസം ഇപ്പോൾ ഒരു 10,000 ആണെങ്കിൽ കമ്പനി ആ പീരീഡ് വരെ നമുക്ക് തരണം അതിന്റെ കുറച്ച് എമൗണ്ട് ആയിരിക്കും. ഓക്കെ, 10,000 അങ്ങനെ തരാൻ ചാൻസ് കുറവാണ്. കണ്ടോ, ലാർജ് എമൗണ്ട് ഓഫ് ലോസസ് റിസൾട്ടിങ് ഫ്രം ഡേഞ്ചർ ടു പ്രോപ്പർട്ടി ആൻഡ് വേസ്റ്റഡ് മാൻ അവേഴ്സ്. ഓക്കെ ആണല്ലോ. പിന്നെ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് നീഡ് ഫോർ സേഫ്റ്റി ആണ്. നീഡ് ഫോർ സേഫ്റ്റി നമുക്ക് 4 എണ്ണം ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ സോഷ്യൽ നീഡ് ഉണ്ട്, മാനേജ്മെന്റൽ നീഡ്, പിന്നെ ലീഗലും, പിന്നെ ലാസ്റ്റ് ഒന്നും കൂടെ ഉണ്ട്. അതെന്തോന്ന് വെച്ചാൽ ഹ്യൂമാനിറ്റേറിയൻ നീഡ്സ്. ഈ 4 നീഡുമാണ് നീഡ് ഫോർ സേഫ്റ്റി. ഈ നീഡ് ഫോർ സേഫ്റ്റി എന്ന് വെച്ചാൽ സേഫ്റ്റി എന്തിനാണ് നമുക്ക് നോക്കാൻ വേണ്ടിയാണ് ഈ നീഡ് ഫോർ സേഫ്റ്റി തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ നീഡാണ്. ദ ആക്സിഡന്റ് കോസസ് social losses in great magnitude in forms of suffering, loss of earning capacity, cost due to disturbance to economic efficiency. The economic costs are more tangible. Okay ആണല്ലോ. മാനേജ്മെന്റ് നീഡ് എന്താണെന്ന് നോക്കാം. മാനേജ്മെന്റ് ബിയർ ഹ്യൂജ് ലോസ് ഡ്യൂ ടു ആക്സിഡന്റ്. എങ്ങനെ നമുക്ക് വല്ല ആക്സിഡന്റ് ആയ ആ മാനേജ്മെന്റിന് കുറെ ലോസ് ആണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ വെച്ച് ഒരു ലോസ് കാണും. നമ്മളെ വെച്ചെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ആക്സിഡന്റ് ആയാലും നമുക്ക് ഒരു കുറച്ച് എമൗണ്ട് കമ്പനിക്ക് തരണം, നമുക്ക് തരണം. ഓക്കെ, അപ്പൊ അതേപോലെ നമുക്കും അതേപോലെ ഔട്ട്പുട്ട് കൊടുക്കാനും പറ്റത്തില്ല, നമ്മൾ ഔട്ട്പുട്ട് കമ്പനി കൊടുക്കാൻ പറ്റില്ല. അപ്പൊ കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന് ലോസ് ഉണ്ടാവും. ഓക്കെ ആണല്ലോ. ദ കോസ്റ്റ് ഓഫ് ആക്സിഡൻസ് ഓഫ് 2 ടൈപ്പ്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഡയറക്റ്റും ഇൻഡയറക്റ്റും. നമുക്ക് ഡയറക്റ്റ് എന്തോന്ന് നോക്കാം. ഡയറക്റ്റ് എന്തോന്ന് പറയുന്നതെന്ന് വെച്ചാൽ മെഡിക്കൽ എക്സ്പെൻസും അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്നതാണ് ഡയറക്റ്റ്. എങ്ങനെയാന്ന് വെച്ചാൽ കോസ്റ്റ് ഇൻക്ലൂഡഡ് മെഡിക്കൽ എക്സ്പെൻസ്. ഓക്കെ, പിന്നെ കോമ്പൻസേഷൻ ഡ്യൂ ടു ഇൻജേർഡ് ഓർ അതർ ഫാമിലീസ്. നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കൂലേ കമ്പനിയിൽ നിന്ന്, അപ്പൊ അതൊക്കെ കൊടുക്കുന്നതൊക്കെ ഇതിലാണ് വരുന്നത്, ഡയറക്റ്റ് കോസ്റ്റിലാണ് വരുന്നത്. അപ്പൊ ഇൻഡയറക്റ്റ് എന്തുവാ, ഇതിന്റെ ഓപ്പോസിറ്റ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് ഈസ് സെവറൽ ടൈംസ് മോർ ദാൻ ദ ഡയറക്റ്റ് കോസ്റ്റ്. ഇതിനെക്കാട്ടി കൂടുതലാണ് ഡയറക്റ്റ് കോസ്റ്റിനെക്കാട്ടി കൂടുതലാണ് ഇൻഡയറക്റ്റ്. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത 2 എണ്ണം നോക്കി. ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് ഓൺ, ദാറ്റ് ഈസ് എ ലീഗൽ നീഡ്. അതെന്തോന്ന് നോക്കാം. അസ് പെർ ദ ഇതെന്തെങ്കിലും വെച്ചാൽ കുറെ ആക്ട് ഉണ്ട്. ഫാക്ടറി ആക്ടും 1946ഉം 48ഉം പിന്നെ അതേപോലെ കൺസ്ട്രക്ഷൻ ആക്ട്, അങ്ങനെയൊക്കെ ഒരു ആക്ട് ഉണ്ട്. കണ്ടോ, അതർ ആക്ട്സ് 1996നും ഈ ഇയറൊന്നും ആവശ്യമില്ല, ചുമ്മാ അത് മെൻഷൻ ചെയ്തേ ഉള്ളൂ. റിലേറ്റഡ് ആക്ട്സ് ആൻഡ് റൂൾസ്
general duties for employees is to ensure health and safety of this employee and protect the environment. അതിനാണ് അവർ മീൻ ചെയ്യുന്നത്. ഈ ആക്ടിൽ അവർ എന്തുവാ പറയുന്നത്? എൻഷുർ ചെയ്യണം, ഹെൽത്തും സേഫ്റ്റിയും എൻഷുർ ചെയ്യുക, അതേപോലെ ആ സേഫ്റ്റിയും ഇതും ഹെൽത്തും എൻഷുർ ചെയ്യുക, അതേപോലെ പ്രൊട്ടക്ട് ദ എൻവയോൺമെന്റ്. ഓക്കെ, ഈ എംപ്ലോയിന് ഇതുമാണ്, അതേപോലെ എൻവയോൺമെന്റിനും ഇതായിരിക്കണം. അതാണ് ഈ ലീഗൽ നീഡൊക്കെ പറഞ്ഞത്. ഇതെന്തോന്നാണ്? പ്രിവെൻഷൻ ഓഫ് ആക്സിഡന്റ് ഈസ് ബേസ്ഡ് ഓൺ നോഷൻ that it is a duty of every person to ensure safety of his fellow men. ഓക്കെ, ഇതാണ് നീഡ് ഫോർ സേഫ്റ്റിന്റെ ലാസ്റ്റ്. ഇത് നമുക്ക് എന്തൊക്കെയാണ് നോക്കിയത്? സോഷ്യൽ നോക്കി, മാനേജ്മെന്റ് നോക്കി, ലീഗൽ നോക്കി, ഹ്യൂമാനിറ്റേറിയൻ. ഓക്കെ, ഈ 4 ടൈപ്പാണ് നീഡ് ഫോർ സേഫ്റ്റിയിൽ വരുന്നത്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ കുറച്ച് പോയിന്റ്സ് ആണ്. എങ്ങനെയാന്ന് വെച്ചാൽ ടു പ്രൊട്ടക്ട് ഹെൽത്ത് ഓഫ് ഓൾ എംപ്ലോയീസ്. ഓക്കെ, അതാണ് ആദ്യത്തേത്. ടു പ്രൊട്ടക്ട് ഹെൽത്ത് ഓഫ് ഓൾ എംപ്ലോയീസ്. എങ്ങനെ? എല്ലാ എംപ്ലോയീസിന്റെയും ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യണതാണ് മെയിൻ എയിം. ഓക്കെ ആണല്ലോ? മെയിൻ എയിം എന്ന് വെച്ചാൽ ഇതാണ്. ടു എൻഷുർ വെൽ ബീയിങ് ഓഫ് വർക്കേഴ്സ്. ദാറ്റ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടന്റ് പോയിന്റ്. ടു പ്രൊമോട്ട് പോസിറ്റീവ് കൾച്ചർ ഇൻ ഓൾ ഓർഗനൈസേഷൻ ഓർ കമ്പനി. പോസിറ്റീവ് കൾച്ചർ മീൻസ് എങ്ങനെയാണ്? ഇപ്പൊ ചിലവർ പറയും ഇപ്പൊ ആ സൈറ്റിൽ പോയാൽ അത്രയും കൊള്ളത്തില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ആരും വർക്ക് ചെയ്യത്തില്ല, അങ്ങനെ കുറച്ച് ഇതുണ്ടാവും. അപ്പൊ അത് നമുക്ക് എങ്ങനെയാ പോസിറ്റീവ്? പിന്നെ എപ്പോഴും പോസിറ്റീവ് കൾച്ചർ മീൻസ് നമുക്ക് എപ്പോഴും സേഫ്റ്റി വിയർ ചെയ്യുക. സേഫ്റ്റി വിയർ ചെയ്തൊന്നും പറ്റത്തില്ല, നമുക്ക് അങ്ങനെ സേഫ്റ്റിയിലോട്ട് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ അതിലൂടെ നമുക്ക് നല്ലൊരു സേഫ്റ്റി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അടുത്ത എങ്ങനെയാന്ന് വെച്ചാൽ ടു എൻഷുർ ആക്സിഡന്റ് ആൻഡ് ഇൻസിഡന്റ് പ്രിവെൻഷൻ. ഓക്കെ, മെയിൻ ആണ് ആക്സിഡന്റ് നമ്മൾ പ്രിവെൻഷൻ ചെയ്യുന്ന എന്താണ്? നമ്മൾ സേഫ്റ്റി അവർ പറഞ്ഞിരിക്കുന്ന അതേപോലെ സേഫ്റ്റി നമ്മൾ മെഷർ ചെയ്യുക. ഓക്കെ, നമുക്ക് എല്ലാത്തിനും ഒരു സേഫ്റ്റി ഒരു ഇത് അവർ പറഞ്ഞാണ്. ഇവിടെ സേഫ്റ്റി വിയർ ചെയ്യണം, ഷൂസ് വിയർ ചെയ്യണം, പിന്നെ ഗ്ലാസ് വിയർ ചെയ്യണം. അങ്ങനെ ഓരോന്നും നമ്മൾ വിയർ ചെയ്തിട്ട് ഇതിന് പോവുക. അപ്പൊ സോ നമ്മൾ എന്തോന്ന് ആക്സിഡന്റും ആ ഇൻസിഡന്റിലുള്ള ആ ഒരു ഇതും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ടു എൻഷുർ ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് ആൻഡ് ഇറ്റ്സ് ഗ്രോത്ത്. ഓക്കെ, ടു എൻഷുർ കണ്ടിന്യൂവൽ ഇംപ്രൂവ്മെന്റ് ഓഫ് കമ്പനി. കണ്ടിന്യൂവൽ ഇംപ്രൂവ്മെന്റ് ഓഫ് കമ്പനി എന്തോ മീൻ ചെയ്യുന്നത്? നമ്മളിപ്പം വല്ല ആക്സിഡന്റ് ആയി നമ്മൾ പോയി, അപ്പം അവിടെ നമ്മളെ ഒരു നീഡ്, നമ്മൾ നല്ല വർക്ക് ചെയ്യുന്ന ഒരു ആൾക്കാരായിരിക്കും. അപ്പൊ സോ നമ്മളവിടെ വർക്ക് ചെയ്തിരിക്കുമ്പോൾ ആ കമ്പനിക്ക് എല്ലാം അത്രയും ലോസ് വരുന്നത്. അപ്പൊ സോ അതിനുവേണ്ടി ഇത് ചെയ്യുന്നു. പിന്നെ അടുത്ത നമ്മൾ നോക്കുന്നത് സേഫ്റ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി. In the world of manufacturing and construction, there are many three pillars. ഏതൊക്കെ നോക്കാം? ആദ്യത്തെ സേഫ്റ്റി, സെക്കൻഡ് വൺ ഈസ് എ ക്വാളിറ്റി, തേർഡ് വൺ ഈസ് എ പ്രൊഡക്ടിവിറ്റി. ദീസ് ത്രീ ആർ ഇന്റർലിങ്ക്ഡ് വിത്ത് ഈച്ച് അതർ. എങ്ങനെയാണ്? ഈ മൂന്നും ഇന്റർലിങ്ക്ഡ് ആണ്. ഓക്കെ ആണല്ലോ? സേഫ്റ്റിയും ക്വാളിറ്റിയും പ്രൊഡക്ടിവിറ്റിയും മൂന്നും ഇന്റർലിങ്ക്ഡ് ആണ്, മൂന്നും കണക്റ്റഡ് ആണെന്നാണ് അവർ മീൻ ചെയ്യുന്നത്. ആദ്യത്തെ സേഫ്റ്റി. ചെറിയൊരു ജലദോഷമുണ്ട്, അതാണ് ഇങ്ങനെ. സേഫ്റ്റി നോക്കാം. സേഫ്റ്റി എന്ന് വെച്ചാൽ എന്തോന്നാണ്? ഇംപ്രൂവ് ക്വാളിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി. സേഫ്റ്റി നമ്മൾ നല്ല വൃത്തിയായിട്ട് പ്രൊവൈഡ് ചെയ്താൽ തന്നെ അവിടെ നല്ലൊരു ക്വാളിറ്റിയും കിട്ടും, നമുക്ക് അതേപോലെ നല്ലൊരു പ്രൊഡക്ടിവിറ്റി നമുക്ക് അച്ചീവ് ചെയ്യാം. എങ്ങനെയാണ്? നമുക്ക് നല്ല സേഫ്റ്റി ഷൂസ് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാൽ നമുക്ക് കാണാൻ നല്ലൊരു ക്വാളിറ്റി ആയിരിക്കും നമുക്ക്. പിന്നെ അടുത്ത സേഫ്റ്റി മെഷേഴ്സ് എങ്ങനെയാന്ന് വെച്ചാൽ നല്ല ഗ്ലൗസ് അങ്ങനെയൊക്കെ മീൻ ചെയ്ത്, നമ്മളിപ്പം ഫുഡ് റിലേറ്റഡ് ഫാക്ടറിയിലാണ്, ഇൻഡസ്ട്രിയിലാണ്, അപ്പൊ നമ്മളവിടെ എന്തോ ഗ്ലൗസ് ഇടുക, പിന്നെ വിയർ ക്യാപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ അതിന് നല്ലൊരു ക്വാളിറ്റി ആയിരിക്കും. ഓക്കെ ആണല്ലോ? അതേപോലെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, നമ്മൾ എല്ലാ സേഫ്റ്റി നമ്മളിപ്പം നല്ല സേഫ്റ്റി നമ്മൾ സെറ്റായി നമ്മൾ നിന്നാൽ അപ്പൊ എന്തുവാണ്? നമുക്ക് അവിടെ ആ കമ്പനി പ്രൊഡക്ടിവിറ്റി കൂട്ടി കൊടുക്കുക. നമുക്ക് അവിടെ കൊണ്ട് ഒരു ആക്സിഡന്റോ അങ്ങനെയൊക്കെ ഇത് വന്നാൽ ഹസാഡ് അങ്ങനെയെല്ലാം സംഭവിച്ചാൽ പാടാണ്, അവർക്കും ലോസ് ആണ്, നമുക്കും ലോസ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ സേഫ്റ്റി ഇതൊക്കെ കറക്റ്റായിട്ട് ഇത് ചെയ്താൽ ഇതാണ്. വെൻ ഓപ്പറേഷൻസ് ആർ അൺസേഫ് they were well managed employees will not be motivated nor mindful. Quality and productivity both suffers when employees are under stress. എങ്ങനെയാണ് അണ്ടർ സ്ട്രെസ് ആയിരുന്ന ഈ പ്രൊഡക്ടിവിറ്റിയും ക്വാളിറ്റിയും മെഷർ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം വീട്ടിലെ പ്രശ്നം അങ്ങനെയൊക്കെ സ്ട്രെസ് എന്ന് പറയും, ഇല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് തന്നെ ഇന്ന് ഇത്രയും പ്രൊഡക്ഷൻ തീക്കണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ അണ്ടർ സ്ട്രെസ്സിലായിരിക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ സേഫ്റ്റിയിലെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡിലോട്ട് വരണമൊന്നും ഇല്ല. ഓക്കെ, പിന്നെ അൺസാറ്റിസ്ഫൈഡ് ആയിരിക്കണം, പിന്നെ ഓർ അൺഎബിൾ ടു കംപ്ലീറ്റ് ദെയർ. ഞാൻ പറഞ്ഞ പോലെ ഇന്ന് തന്നെ ഈ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് തീർക്കണം അങ്ങനെയൊക്കെ അവർ പറയും കമ്പനിയിലൊക്കെ. അപ്പം ഇന്ന് തന്നെ ഇത്രയും പ്രോഡക്റ്റ് നമുക്ക് പുറത്താക്കണം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് അത്രയും പ്രശ്നമാണ്. അപ്പൊ അങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് അത്രയ്ക്കും സേഫ്റ്റി, നമുക്ക് ക്വാളിറ്റിയും പ്രൊഡക്ടിവിറ്റിയും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലൊരു എംപ്ലോയിക്ക് നല്ലൊരു മൈൻഡ് ഇതായിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ടിരുന്നാലേ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് അവിടെ മീൻ ചെയ്യുന്നത്. ബട്ട് വെൻ ബിസിനസ്സസ് ആർ സേഫ്
It free up employees to focus on their quality on their and their productivity. The safer the organization, the less the frequently organization will be experience the large disruptions. Okay, ഇതാണ് സേഫ്റ്റി. അപ്പൊ നമ്മൾ സേഫ്റ്റി ഉണ്ട്. എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്? സേഫ്റ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി ആണ്. അതിന്റെ അകത്ത് വരുന്ന 3 പില്ലേഴ്സ് എന്ന് വെച്ചാൽ സേഫ്റ്റി, ക്വാളിറ്റി, പ്രൊഡക്ടിവിറ്റി. അതിൽ ആദ്യം നമ്മൾ സേഫ്റ്റി നോക്കി, പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ക്വാളിറ്റി. ക്വാളിറ്റി എന്താണെന്ന് നോക്കാം. സേഫ്റ്റി ഈസ് എ മെഷർ ഓഫ് കെയർഫുൾനെസ് ആൻഡ് പ്രോ ആക്റ്റീവ്നെസ്. ക്വാളിറ്റി എന്താണ്? നമ്മൾ കെയർഫുൾനെസ്സും അതിൻ്റെ ഒരു ഇതാണ്, അതേപോലെ പ്രോ ആക്റ്റീവ്നെസ്സും അതിൻ്റെ ഒരു ഇതാണ്, മെയിൻ ഒരു ഇതാണ്. ഹൈ ക്വാളിറ്റി ഓർ മീൻസ് ബെറ്റർ റിസൾട്ട്സ് ആൻഡ് ബെറ്റർ പ്രോഡക്റ്റ്. എങ്ങനെയാണ് നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിന് എന്താണ് മീൻ ചെയ്യുന്നത്? നല്ല റിസൾട്ട്, നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടണം. അതേപോലെ ബെറ്റർ പ്രോഡക്റ്റ്, നല്ല പ്രോഡക്റ്റും ഇരിക്കണം. ഓക്കെ, നല്ല പ്രോഡക്റ്റ് ആയിരുന്നാലും അതിന് നല്ല ഒരു ഹൈ ക്വാളിറ്റി നമ്മൾ പറയും. ദ ഹയർ ക്വാളിറ്റി ദ വർക്ക് ദ ഫ്യൂവർ റീവർക്സ് ആർ നീഡഡ്. ശരിയാണല്ലോ, നല്ല ക്വാളിറ്റിയിൽ നമ്മൾ വർക്ക് ചെയ്തു, അപ്പം ആ റീവർക്കിനുള്ള ഇത് ടൈം കുറയ്ക്കാം. അപ്പൊ അതിനുള്ള ഇൻവെസ്റ്റ് ചെയ്യണ ആ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യണ ആ ഇതും റീവർക്കിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ കോസ്റ്റും കുറയ്ക്കാം. ഓക്കെ, ആൻഡ് ഓവറോൾ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസസ്. എങ്ങനെയാന്ന് വെച്ചാൽ റീവർക്ക് ഒന്നും വന്നില്ലെങ്കിൽ ആ ഒരു ടൈം ഇതിൽ സേവ് ചെയ്ത് നമുക്ക് പ്രൊഡക്ഷന് തന്നെ നല്ല ക്വാളിറ്റിയിൽ നല്ല സാധനം ഡാമേജ് അങ്ങനെ ഒന്നും ഇല്ല, നമ്മളെ നല്ല വെല്ലായിട്ട് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഈ റീവർക്സിന്റെ കാര്യവും ആവശ്യമില്ല. അതേപോലെ നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, റീവർക്കിന് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ സമയം അങ്ങനെയൊക്കെ പോകും. പിന്നെ കുറെ നല്ല ലേബേഴ്സ് ഒക്കെ അങ്ങോട്ട് കുറെ ഷിഫ്റ്റിംഗ് വരും. അപ്പം ഇതാണെങ്കിൽ ഒന്നും നോക്കണ്ട, ഇവിടെ പക്കയായിട്ട് നമ്മൾ നോക്കി നല്ല സേഫ്റ്റി നല്ല ക്വാളിറ്റി ഒക്കെ ആയിട്ട് നോക്കിയിട്ട് നമ്മൾ അങ്ങ് അയച്ച വെൽ പ്രോഡക്റ്റ് ആയിട്ട് വെളിയിൽ വരികയും ചെയ്യും. അതേപോലെ നമുക്ക് നല്ല പ്രൊഡക്ടിവിറ്റിയും അച്ചീവ് ചെയ്യാം. വെൻ ക്വാളിറ്റി ഈസ് ഹൈ ഫോർ എ ബിസിനസ്, ഇറ്റ് ക്യാൻ ബി അസ്യൂംഡ് ദാറ്റ് സ്റ്റാൻഡേർഡ്സ് ഫോർ ദ ബിസിനസ് ആർ ജനറലി ഹൈ, including safety equipment, safety softwares, safety process. ഓക്കെ, ഇപ്പം അത് നമ്മൾ നോക്കിയത് സേഫ്റ്റി നോക്കി, പിന്നെ ക്വാളിറ്റി നോക്കി. ദ തേർഡ് വൺ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ദ പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി നോക്കുന്നു, അതെന്താണെന്ന് വെച്ചാൽ കെയർലെസ്നെസ് ഈസ് ഓഫൻ വെൻ റിസൾട്ട്സ് ഇൻ സേഫ്റ്റി ഇഷ്യൂസ്. അറിയാമല്ലോ, നമ്മളെല്ലാം ഹ്യൂമൻസ് ആണ്, നമുക്ക് എവിടെയെങ്കിലും ഒരു കെയർലെസ് നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഉണ്ടാവുമ്പോൾ അവിടെ എന്തുവാണ് നമുക്ക് പ്രൊഡക്ടിവിറ്റി അഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പം നമ്മളിപ്പം വല്ല കോൾ വന്നു, നമ്മളിപ്പം ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുകയാണ്, ഒരു കോൾ വന്നു പെട്ടെന്ന്. അപ്പൊ നമ്മൾ എന്തുവാ, നമ്മളത് ശ്രദ്ധിക്കാതെ നമ്മളിവിടെ കയറി ഇങ്ങനെ ഇവിടെ വല്ലതും കൺവെയർ വല്ലതും അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മളിങ്ങനെ സേഫ്റ്റി ആയിട്ട് നമ്മളിങ്ങനെ വീഡിയോസ് അങ്ങനെയൊക്കെ നമ്മൾ കണ്ടു കാണും. ഇങ്ങനെ വല്ലതും നമ്മൾ ഫോൺ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും, നമ്മളെ ഷർട്ട് കയറി ഈ കൺവെയറിൽ കയറി ഇതാവും, നമ്മൾ അങ്ങ് എടുത്തുകൊണ്ട് പോകും. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ കെയർലെസ് ആയിട്ട് അങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ അവിടെ എന്തോ പ്രൊഡക്ടിവിറ്റിയാണ് അഫക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇങ്ങനെ പോയി അവിടെ പോയി ആ മെഷീൻ ഇപ്പൊ സ്റ്റോപ്പായി കുറെ നേരം. അപ്പൊ ഇത്ര നേരത്തെ കണ്ടോ, ഇത്ര നേരത്തെ ആ പ്രൊഡക്ടിവിറ്റിയാണ് അവിടെ സ്റ്റോപ്പ് ആവുന്നത്. ഇപ്പൊ ഇതിൽ നിന്ന് ഒന്ന് ബെല്ലായി ഒന്ന് ആ മെഷീൻ ഒന്ന് ശരിയാക്കാനും പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് വരാൻ സമയമെടുക്കും. സോ അപ്പൊ അതിനൊക്കെ വേണ്ടി കെയർഫുൾനെസ് ആണ് മെയിൻ ഇത്. വിത്ത് ദ അപ്രോപ്രിയേറ്റ് സേഫ്റ്റി പ്രോസസ്, സേഫ്റ്റി ക്യാൻ ബി ഇംപ്രൂവ്ഡ് ആൻഡ് ക്വാളിറ്റി ക്യാൻ ബി ഇംപ്രൂവ്ഡ് as well as. ഓക്കെ, ദ മോർ പ്രൊഡക്റ്റീവ് employees are the less likely they are to cut corners on things like safety process. The more productivity they are, the more likely they are to put extra attention into the quality of their work. പിന്നെ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ച് ടെർമിനോളജീസ് നോക്കാം എന്തൊക്കെയെന്ന്. അതിൽ കുറച്ച് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ സേഫ്റ്റി, ആക്സിഡൻസ്, ഹസാർഡ്സ്, ഡേഞ്ചറസ് ഒക്കറൻസ്. ഈ ഇത്രയാണോ നമ്മളിപ്പം അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ എന്തെന്ന് വെച്ചാൽ സേഫ്റ്റി. സേഫ്റ്റി എന്ന് വെച്ചാൽ കൺട്രോൾ അതർ ഹസാർഡ്സ് ഓർ ഫ്രീഡം ഫ്രം അൺഎക്സ്പെക്ടബിൾ റിസ്ക് ഓഫ് ഹാം. ഓക്കെ, ദാറ്റ് ഈസ് എ സേഫ്റ്റി. ആക്സിഡന്റ് നോക്കാം, അൺഡിസൈറബിൾ ഈവന്റ് ദാറ്റ് അറൈസസ് ടു എന്താണ് ആക്സിഡന്റ്. നമ്മൾ എന്തോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, വല്ല ആക്സിഡന്റ് ഒരു ഇഞ്ചുറി പറ്റി ഓർ നമുക്ക് വല്ല അപകടം അങ്ങനെ വല്ല പറ്റിയെന്ന് വെച്ചാലേ നമ്മളിപ്പം ആക്സിഡന്റ് ആയി നമുക്ക് പറയുന്നത്, ഇഞ്ചുറി ആയി, ഫാറ്റലിറ്റി. പിന്നെ ഇൽ ഹെൽത്ത് വല്ലതും ഇതാവും കുറയും. പിന്നെ പ്രോപ്പർട്ടി ഡാമേജ് ഓർ കോമ്പിനേഷൻ ഓഫ് ദീസ്. നമുക്ക് എങ്ങനെ ഒന്ന് നേരത്തെ ഒരു കൺവെയറിന്റെ ഇത് തന്നെ എടുക്കാം. കൺവെയറിൽ ഒരാളെ ഇങ്ങനെ കെയർലെസ് കൊണ്ട് ഇങ്ങനെ പോകുന്നു. അപ്പൊ എന്തുവാ, അപ്പം ആർക്കും പരിക്കുണ്ടാവും, അതേപോലെ ആ മെഷീനും എല്ലാം
ഡാമേജ് ഒരു ഉണ്ടാവൂലേ, അതാണ് മീൻ ചെയ്യുന്നത്. കണ്ടോ, പ്രോപ്പർട്ടി ഡാമേജ് ഓർ കോമ്പിനേഷൻ ഓഫ് ദീസ്, ആ രണ്ടുപേർക്ക് സംഭവിക്കും. ലേബറിന് സംഭവിക്കും, ഓർ അതേപോലെ കാരണം ആ മെഷീന് സംഭവിക്കില്ലേ, ദാറ്റാണ് അത് മീൻ ചെയ്യുന്നത്. പിന്നെ അടുത്ത നമ്മൾ നോക്കുന്ന ഹസാർഡ്, സോഴ്സ്, സിറ്റുവേഷൻ ഓർ ആക്ട് വിത്ത് എ പൊട്ടൻഷ്യൽ ഫോർ harm in terms of human injuries or ill health or property damage or a combination of these all. Okay, ഇത്രയാണ് ഇതിൽ പറയുന്നത്. പിന്നെ അടുത്തത് dangerous occurrence, any occurrence of serious nature which would have caused injury or death to person is called dangerous occurrence. Okay, പിന്നെ ടെർമിനോളജി കുറച്ചും കൂടെ ഉണ്ട്, ഏതൊക്കെ നോക്കാം. റിസ്ക് ഉണ്ട്, അതേപോലെ നോൺ കൺഫോമൻസ് ഉണ്ട്, പിന്നെ റിപ്പോർട്ടബിൾ ഇഞ്ചുറി ഉണ്ട്, നിയർ മിസ്. ആദ്യം റിസ്ക് നോക്കാം. കോമ്പിനേഷൻ ഓഫ് പ്രോബബിലിറ്റി ആൻഡ് സെവേറിറ്റി ഓഫ് സ്പെസിഫിക് ഹസാർഡസ് ഈവന്റ് ഒക്കറിങ്, അതാണ് റിസ്ക്. റിസ്ക് എന്ന് വെച്ചപ്പോൾ എന്തുവാണ്, നമ്മളിപ്പോ റിസ്ക് എടുക്കുക അങ്ങനെയൊക്കെ പറയില്ലേ, എങ്ങനെയാ, നമ്മളിപ്പോ അവിടെ കുറച്ച് അപകടമാണെന്ന് അറിയാം, എന്നാലും നമ്മൾ റിസ്ക് എടുത്ത് നമ്മൾ ഫയർ ഫോഴ്സ് അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടു കാണും. അവിടെ ബിൽഡിംഗ് ഫുള്ളും ഫയറും അങ്ങനെയൊക്കെ ആയിരിക്കും, പക്ഷെ അവർ റിസ്ക് എടുത്താണ് നമ്മളെ സേവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഇതാണ് റിസ്ക്. അപ്പം അടുത്തത് നോക്കാം. നോൺ കൺഫോമൻസ്, ദാറ്റ് ഈസ് എനി ഡീവിയേഷൻ ഫ്രം വർക്ക് സ്റ്റാൻഡേർഡ്സ്, പ്രാക്ടീസ്, പ്രൊസീജിയേഴ്സ്, റെഗുലേഷൻ, മാനേജ്മെന്റ് സിസ്റ്റം, റിക്വയർമെന്റ് that could be either directly or indirectly lead to injury, illness, damage or loss to combination of these. Okay ആണല്ലോ. പിന്നെ റിപ്പോർട്ടബിൾ ഇഞ്ചുറി എന്താണ് നോക്കാം. ഇഫ് എ പേഴ്സൺ സസ്റ്റൈൻഡ് ഇഞ്ചുറി ഓർ അൺഎബിൾ ടു റിസീവ് ഹിസ് ഡ്യൂട്ടി വിത്തിൻ 48, എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ആൾക്ക് ഇഞ്ചുറി ആയി, ഓക്കെ, അപ്പൊ അതൊരു 48 hours നമ്മളിപ്പം എങ്ങനെ നമുക്ക് അടുത്ത ഇപ്പൊ ഒരു 2 ദിവസത്തിനകത്ത് നമുക്ക് അടുത്ത വർക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അതെന്തോ റിപ്പോർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് എ റിപ്പോർട്ടിങ് ഇഞ്ചുറി. നമുക്കിപ്പോ ചെറിയൊരു ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഒരു ദിവസമൊക്കെ ലീവ് എടുക്കുന്നു, പക്ഷെ അതിപ്പോ അകത്ത് വേദന അങ്ങനെയൊക്കെ കാണുമെങ്കിൽ നമുക്കിപ്പം 2 ദിവസം അതിന് മുകളിലാവാം. അതൊക്കെ നമുക്ക് റിപ്പോർട്ടിങ് ഇഞ്ചുറി എന്നാണ് പറയുന്നത്. പിന്നെ നിയർ മിസ്, എ നാരോ എസ്കേപ്പ് ഓഫ് ഇഞ്ചുറി ഓർ എനി ഹാം. എങ്ങനെ നമ്മളിപ്പോ എസ്കേപ്പ് ചെയ്യണത്, നമുക്കിപ്പം ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇപ്പം മോളിൽ നിന്ന് എല്ലാം നമ്മളിപ്പം ഹെൽമെറ്റ് വിയർ ചെയ്തിട്ടില്ല, മോളില് ഒരു ആരോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, താഴെ ഹാമർ വെച്ചിരിക്കുന്നു, കാല് വല്ലതും തട്ടി ഹാമർ ഒന്ന് നമ്മളിവിടെ നിൽക്കുന്നു, നമ്മൾ തൊട്ടടുത്ത് ഇങ്ങനെ ഒന്ന് വീഴുന്നു, അപ്പൊ അതെന്തുവാ, നിയർ മിസ്സാണ്. നമ്മൾ ഹെൽമെറ്റ് വിയർ ചെയ്തിട്ടില്ല, അതൊന്ന് വീഴുന്നാലും ഹെൽമെറ്റ് വിയർ ചെയ്തോണ്ട് ഈ ഹാമർ ഒന്ന് വീഴുന്ന നമുക്ക് അപകടമാണ്. സോ ഇങ്ങനെ ഒന്ന് പെട്ടെന്ന് ഒന്ന് വീഴുന്നു, അപ്പൊ അതെന്തുവാ, നിയർ മിസ്. ഓക്കെ, ആ അപകടത്തിൽ നിന്ന് പെട്ടെന്നൊന്ന് മിസ്സായി. പിന്നെ നമുക്ക് അടുത്ത നോക്കാൻ പോകുന്നത് അൺസേഫ് ആക്ട് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം. കമ്മിറ്റിംഗ് മിസ്റ്റേക്സ് ബൈ പേഴ്സൺ, ദാറ്റ് ഇസ് ഫസ്റ്റ് വൺ, ഓർ എനി ആക്ട് ദാറ്റ് മേ ലീഡ് ടു ആക്സിഡന്റ് ഈസ് നോൺ ആസ് അൺസേഫ് ആക്ട്. എന്താണ് കമ്മിറ്റിംഗ് മിസ്റ്റേക്ക് ബൈ പേഴ്സൺ? ഒരു പേഴ്സൺ മിസ്റ്റേക്ക് ചെയ്യുന്നു, ഒരു മിസ്റ്റേക്കിന് കമ്മിറ്റിംഗ് ചെയ്യുന്നു. അടുത്ത ഓർ എനി ആക്ട് ദാറ്റ് മേ ലീഡ് ടു ആക്സിഡന്റ്, നമ്മളിപ്പോ ചെയ്യുന്ന ഒരു ആക്ട് കൊണ്ട് അവിടെ ആക്സിഡന്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് അൺസേഫ് ആക്ട്. ഓക്കെ, അടുത്തത് നമുക്കൊരു കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫോളോയിങ്സ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് അൺസേഫ് ആക്ട്. വർക്കിംഗ് വിത്തൗട്ട് വിയറിംഗ് സേഫ്റ്റി ഹെൽമെറ്റ് ഓർ സേഫ്റ്റി ഷൂസ്. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സാമ്പിൾ നോക്കിയ അപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തുവാ, നമ്മളിപ്പം ചുമ്മാ നമ്മൾ വല്ല ആവശ്യത്തിന് വേണ്ടി അല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് ഹെൽമെറ്റ് വെക്കാതെ അങ്ങനെ ചുമ്മാ വന്ന് നിൽക്കുകയായിരിക്കും. അപ്പൊ അതിന് മുന്നേ വേറെ ഷിഫ്റ്റിലുള്ളവർ വർക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയായിരിക്കും. അപ്പൊ അവര് പെട്ടെന്ന് ശ്രദ്ധിക്കില്ല, അവരെല്ലാരും വിയർ ചെയ്തുകൊണ്ട് ഹെൽമെറ്റ് ഒക്കെ വിയർ ചെയ്ത് സേഫ്റ്റി ഷൂ ഒക്കെ വിയർ ചെയ്തായിരിക്കും നിൽക്കുന്നതായിരിക്കും അവർ വിചാരിക്കും. എന്നിട്ട് ഇങ്ങനെ എല്ലാം വന്ന് വീഴുകയും ചെയ്യും, ബാക്കി ഇതാവും. അപ്പൊ അതിനെന്തുവാ, വർക്കിംഗ് വിത്തൗട്ട് എ സേഫ്റ്റി ഹെൽമെറ്റ് ഓർ സേഫ്റ്റി ഷൂസ്. അടുത്ത എന്തുവാ, വർക്കിംഗ് അറ്റ് ഹൈറ്റ് വിത്തൗട്ട് വിയറിംഗ് ഫുൾ ബോഡി ഹാർനസ്. ഓക്കെ, നമ്മളിപ്പോ നല്ല ഹൈറ്റിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആ ബെൽറ്റ്, ചിലർക്കൊക്കെ നല്ല ധൈര്യം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ മറ്റേ ബെൽറ്റ് യൂസ് ചെയ്യത്തില്ല. ഒരു ബെൽറ്റ് പോലെ ഇവിടെ നമുക്ക് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് ഇടാൻ പറ്റും, ആ ക്ലിപ്പ് അവർ അത് യൂസ് ചെയ്യത്തില്ല. എനിക്ക് കുഴപ്പമില്ല, ഞാൻ സേഫ്റ്റി ആയിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ അവർ വിയർ ചെയ്യത്തില്ല. അപ്പൊ എന്തുവാ, അപ്പൊ അവിടെ വല്ലതും ചെറിയ മിസ്റ്റേക്ക്, എപ്പോൾ വേണമെങ്കിലും നമുക്ക് എല്ലാവരും പെർഫെക്റ്റ് ആണെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, വല്ല ചെറിയ ഒരു ഇംപെർഫെക്ഷൻ വന്നാൽ
നമുക്ക് അവിടെ അപകടത്തിന് സാധ്യത ഉണ്ട്. സോ അത് അങ്ങനെയൊക്കെയും ഇതാവാം. ടേക്കിംഗ് റെസ്റ്റ് ഇൻ വർക്കിംഗ് ഏരിയാസ്. ഓക്കെ, നമുക്ക് ഫുഡ് കഴിക്കാനും നമ്മൾ വലിയ ഇൻഡസ്ട്രിയിൽ ആ ഒരു ഇത് ഇപ്പം ഒരു കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. അപ്പൊ അവിടെയാണെങ്കിൽ ഓരോ ഷിഫ്റ്റും ഓരോ ഇതായിരിക്കും. അപ്പം ഒരാൾക്ക് ഒരു ഷിഫ്റ്റിന് ഇത്രയും സമയമാണ് കഴിക്കാനും റെസ്റ്റിനും അങ്ങനെയൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവര് മറ്റവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അടുത്ത് പോയിട്ട് ഇങ്ങനെ സംസാരിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ അതേപോലെ അവിടെ റെസ്റ്റ് എടുക്കും. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവിടെ ഹസാർഡ് ആക്സിഡന്റോ ഓർ അൺസേഫ്റ്റി ആക്ടിന് ഇതുണ്ടാവും. ഓക്കെ, പിന്നെ അടുത്തത് വർക്കിംഗ് ഓർ ടേക്കിംഗ് റെസ്റ്റ് ബിലോ ഹാങ്ങിങ് ലോഡ്സ്. മുകളിൽ വല്ല ലോഡ് വല്ല ഇങ്ങനെ നമ്മൾ ലിഫ്റ്റ് അങ്ങനെയൊക്കെ കാണുമല്ലോ, ലിഫ്റ്റ് കാണും, അല്ല സാധാരണ വല്ല ലോഡ് നമ്മൾ ചില സിനിമ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ നമ്മൾ കണ്ടാണ്. ചില ലോഡൊക്കെ ഇവിടെ നിന്ന് മുകളിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ലോഡും കൊണ്ട് അങ്ങനെ പോകുന്നത് നമ്മൾ കണ്ടാണ്. അപ്പൊ അങ്ങനത്തെ ഇതിന്റെ അതൊന്നും നമ്മൾ മുകളിൽ നോക്കാതെ അതൊക്കെ റോപ്പും അങ്ങനത്തെ മെറ്റീരിയലൊക്കെ കൊണ്ടാണ്, ചിലപ്പോൾ സ്റ്റീൽ അങ്ങനെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കാം. പക്ഷെ പറയാൻ പറ്റൂലല്ലോ, ചിലപ്പം നേരെ നോക്കാത്തോണ്ടും അങ്ങനെയൊക്കെ നേരെ ടൈപ്പ് ചെയ്യാത്തോണ്ടും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ വന്ന് ബ്രേക്കായി വന്ന് താഴെ വന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കാതെ താഴെ പോയി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ പോയി റെസ്റ്റ് എടുക്കും. അപ്പൊ എന്തുവാ സംഭവിക്കുന്നത്, അവിടെ അപകടം ഉണ്ടാവും. അപ്പൊ അതെന്തുവാ, അത് അൺസേഫ് ആക്റ്റാണ്. പിന്നെ ഓവർ സ്പീഡിങ്. ഓക്കെ, നമ്മളിപ്പം വർക്ക് ചെയ്യുന്നതാണെങ്കിലും എന്തായാലും നമ്മൾ ഓവർ സ്പീഡിങ് ആയ ആക്സിഡന്റ് ഓർ അൺസേഫ് ആക്ട് ആണ്. പിന്നെ ഇത് കുറച്ച് എക്സാമ്പിൾസ് ആണ്, നോക്കാം. എന്താണെന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് എക്യുപ്മെന്റ് വിത്തൗട്ട് ക്വാളിഫിക്കേഷൻ ഓർ ഓതറൈസേഷൻ. എങ്ങനെയാന്ന് വെച്ചാൽ നമുക്കിപ്പം ചെറിയൊരു അറിവൊക്കെ കാണത്തുള്ളൂ. ഇപ്പൊ CNC അങ്ങനെയൊക്കെ പറയാം, അത് ഓപ്പറേറ്റ് ചെയ്യാൻ ചെറിയൊരു നമുക്കിപ്പം ലാബിലായാലും അത് നമുക്ക് പഠിക്കും. പക്ഷെ എന്നാലും നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് അത്രയ്ക്ക് നമുക്ക് ആ ഒരു ഇത് വരത്തില്ല. ഓക്കെ, എന്ന് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിന് നല്ല ഒരു ഫെമിലിയർ ആവുള്ളൂ. നമുക്ക് എങ്ങനെയൊക്കെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നമ്മൾ അത് അത്രയ്ക്കൊന്നും ചെറിയൊരു ഇതും കൊണ്ട് എഡ്യൂക്കേഷൻ കൊണ്ട് നമ്മൾ അങ്ങ് എനിക്കെല്ലാം അറിയാം, CNC ഒക്കെ അറിയാം, ഞാൻ ഓപ്പറേറ്റ് ചെയ്യാൻ പോകണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോവുകയും ചെയ്യും. അവിടെ എല്ലാം ഇതാവും, അപകടം പറ്റും. സോ അതാണ് അത് മീൻ ചെയ്യുന്നത്. ലാക്ക് ഓഫ് ഓർ ഇംപ്രോപ്പർ യൂസ് ഓഫ് PPE. ഓക്കെ, PPE നമ്മൾ എന്താണ് നോക്കിയായിരുന്നു, അതാണ് ഇംപ്രോപ്പർ യൂസ് ഓഫ് PPE. എന്തോ PPE എന്ന് വെച്ചാൽ എന്തുവാ, നമ്മൾ മറ്റേ ഹെൽമെറ്റ്സ്, ഷൂസും അതൊക്കെ ഇംപ്രോപ്പർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. നമ്മൾ അതൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നുണ്ട് അവിടെ എന്തുവാണ് നമുക്ക് അവിടെ അപകടം ഓർ അൺസേഫ് ആക്ട് സംഭവിക്കുന്നു. ഓപ്പറേറ്റിംഗ് എക്യുപ്മെന്റ്സ് അറ്റ് അൺസേഫ് സ്പീഡ്. നമുക്ക് ചില CNC സ്പിൻഡിലൊക്കെ റൊട്ടേറ്റ് ചെയ്യാനൊരു അവർ പറഞ്ഞിരിക്കുന്ന ഒരു ഇത് കാണും. നമുക്ക് കുറച്ചും കൂടെ വർക്ക് സ്പീഡായിട്ട് ഇരിക്കുന്നത്, എനിക്ക് പെട്ടെന്ന് അറിയാം, എനിക്ക് കുറച്ചും കൂടി സ്പീഡായി എങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് കുറച്ചും കൂടി സ്പീഡ് പോകും. അപ്പൊ അവിടെ വല്ല സംഭവിക്കും. അപ്പൊ അത് ഒരു അൺസേഫ് ആക്ട് ആണ്. ഫെയിലിയർ ടു വാൺ. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ എ 9th one. The 10th one is the bypass or removal of safety device. The last one is the using defective equipment. Defective equipment എന്തുവാ, നമ്മളിപ്പം റെഗുലറായിട്ട് നമ്മളെ എക്യുപ്മെന്റ് ഒക്കെ ഇൻസ്പെക്ട് ചെയ്യാനുള്ളതാണ്. ഇൻസ്പെക്ട് ചെയ്യാതെ അപ്പൊ ഇത് വെച്ച് നമുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങ് പോകുമ്പോൾ അത് നോക്കുമ്പോൾ ഇതായിരിക്കും, കൊള്ളത്തില്ല. ഇപ്പം ഒരു സ്പാനർ, ഇപ്പം എന്ത് എക്സാമ്പിൾ പറയാം, ഡിഫക്റ്റ് എക്യുപ്മെന്റ് വെച്ചാൽ ഇപ്പൊ CNC തന്നെ എടുക്കാം. CNCയിൽ ഇപ്പൊ ചെറിയ വല്ലതും ഡിഫക്റ്റ് കാണും, നമ്മളത് നോക്കത്തില്ല. ഓക്കെ, നമ്മൾ അടുത്ത ദിവസം വല്ല വർക്കിനൊന്ന് വരുമ്പോൾ ചെയ്യുമ്പോൾ അവിടെ അൺസേഫ് കണ്ടീഷൻ ഉണ്ടാവും, ആക്സിഡന്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് മീൻ ചെയ്യുന്നത്. പിന്നെ അൺസേഫ് കണ്ടീഷൻ തന്നെ, അത് അൺസേഫ് ആക്ട് വിത്ത് അൺസേഫ് കണ്ടീഷൻ. എനി സോഴ്സ് ഓർ സിറ്റുവേഷൻ ഓർ കണ്ടീഷൻ ദാറ്റ് ഹാവ് പൊട്ടൻഷ്യൽ ടു ക്രിയേറ്റ് ആക്സിഡന്റ് ഈസ് നോൺ ആസ് അൺസേഫ് കണ്ടീഷൻ. നമ്മൾ നേരത്തെ നോക്കിയത് എന്തുവാണ്, അൺസേഫ് ആക്ട് ആണ് നോക്കിയത്. ഇപ്പൊ നമ്മൾ നോക്കാൻ പോണ കണ്ടീഷൻ. കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇത് രണ്ടും നോക്കി വെച്ചേക്കും. ഇതൊന്ന് എനി സോഴ്സ്, ഓക്കെ, ഓർ സിറ്റുവേഷൻ ഓർ കണ്ടീഷൻ ദാറ്റ് ഹാവ് പൊട്ടൻഷ്യൽ ടു ക്രിയേറ്റ് ആക്സിഡന്റ് ഈസ് നോൺ ആസ് അൺസേഫ് കണ്ടീഷൻ. ഓക്കെ, നമുക്ക് അൺസേഫ് ആക്ട് എന്തുവായിരുന്നു, കമ്മിറ്റിംഗ് മിസ്റ്റേക്ക് ബൈ പേഴ്സൺ ഓർ എനി ആക്ട് ദാറ്റ് മേ ലീഡ് ടു ആക്സിഡന്റ് ഈസ് നോൺ ആസ് അൺസേഫ് ആക്ട്. ഓക്കെ ആണല്ലോ, രണ്ടും ഒന്നാണെന്ന് വിചാരിക്കരുത്. അത് വേറെ ഇത് വേറെ. ഇത് കണ്ടീഷൻ, ദാറ്റ് ഈസ് ആൻ ആക്ട്. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നമുക്ക് അതിലും കുറച്ച് നമുക്ക് എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യുന്ന എന്തിനെന്ന് വെച്ചാൽ ഈ രണ്ടിലും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഇത് രണ്ടും പേര് കേൾക്കുമ്പോൾ ശരി, അൺസേഫും ആക്ടും കണ്ടീഷനും, അതിനുവേണ്ടി നമുക്ക് ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടി, ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നോക്കാം. ഡാമേജ് വെൽഡിംഗ് കേബിൾസ്. അതെന്തുവാണ്, അതൊരു കണ്ടീഷനാണ്. കണ്ടീഷനായിട്ട് നമുക്ക് അൺസേഫ് കണ്ടീഷൻ വരാനുള്ള ഒരു സാധ്യതയാണ് ഡാമേജ് വെൽഡിംഗ് കേബിൾസ്. എങ്ങനെയെന്ന് വെച്ചാൽ ആ കേബിളിലുള്ള ആ കേബിളില്ലേ, കേബിളൊക്കെ
ഡാമേജ് ആണെങ്കിൽ എങ്ങനെയാണ്, നമ്മൾ അത് നോക്കത്തുമില്ല, സേഫ്റ്റി ഷൂസ് ഒന്നും വിയർ ചെയ്ത് അതിന്റെ അടുത്ത് പോയിരുന്ന ഷോക്ക് അടിക്കാൻ അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. മെക്കാനിക്കൽ ഗാർഡ് നോട്ട് പ്രൊവൈഡഡ് റൊട്ടേറ്റിംഗ് പാർട്സ്. എങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പം കൺവെയർ അത് വേണ്ട, ഇല്ലെങ്കിൽ വല്ല CNC നോക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു റൊട്ടേറ്റിംഗ് കാണും. അപ്പൊ അതിന്റെ അടുത്തൊക്കെ കയറി ഗാർഡൊന്നും ഇല്ല, നമ്മളവിടെ കയറി ഇങ്ങനെ കൊള്ളാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എത്തിയൊക്കെ നോക്കണതാണ് നമ്മൾ ലാബിലൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഷർട്ട് അങ്ങനെയൊക്കെ വലിച്ചുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. ദാറ്റ് ഇസ് ഓൾസോ എ അൺസേഫ് കണ്ടീഷൻ, നമുക്ക് ആക്സിഡന്റ് ആവാൻ ചാൻസ് ഉണ്ട്. അടുത്ത എന്താന്ന് വെച്ചാൽ ഡിഫക്റ്റീവ് സ്ലിംഗ് ഓർ ലിഫ്റ്റിംഗ് എക്യുപ്മെന്റ്. ഓക്കെ, അടുത്തത് ഡിഫക്റ്റീവ് വർക്ക് പ്ലാറ്റ്ഫോംസ്. പിന്നെ ഫ്ലോർ ഓർ പ്ലാറ്റ്ഫോം ഓപ്പണിംഗ് ഓർ പിറ്റ്സ്. എങ്ങനെ താഴെ വല്ലതും പിറ്റ്സ് ചെയ്യാനോ അങ്ങനെയൊക്കെ വേണ്ടി കുഴിച്ചൊക്കെ ഇട്ടിരിക്കും. പക്ഷെ അതൊന്നും അവിടെ ഒരു മറ്റേ മതില് വല്ല വല്ല ഫ്രണ്ട്സ് അങ്ങനെയെല്ലാം വെച്ച് പ്രൊട്ടക്ട് ചെയ്യത്തുമില്ല. ഇല്ലെങ്കിൽ അവിടെ ഒരു ഇങ്ങനെ ഒരു കുഴി ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ബോർഡ് വാർണിംഗ് ബോർഡൊന്നും പ്രൊവൈഡ് ചെയ്തില്ല. അപ്പം നോക്കാത്ത ഒരാളോ വല്ല വന്ന് വിടാൻ ചാൻസ് ഉണ്ട്. ഓർ അതിന്റെ മുകളിൽ മറ്റേ ചിലപ്പം വല്ല വുഡൻ ഇതുകൊണ്ടോ എല്ലാം ഇട്ടിരിക്കും. അപ്പൊ അതിന്റെ മുകളിൽ വല്ല നടന്നു പോകുമ്പോൾ അത് ഡാമേജ് ചെയ്യുന്ന വിടാനും ചാൻസ് ഉണ്ട്. അതാണ് ഡിഫക്റ്റീവ് വർക്ക് പ്ലാറ്റ്ഫോം. അടുത്ത കുറച്ച് ഇത് നോക്കാം. പുവർ ഹൗസ് കീപ്പിംഗ്. പുവർ ഹൗസ് കീപ്പിംഗ് ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ആൻ അൺസേഫ് കണ്ടീഷനിലാണ്. പിന്നെ ഡിഫക്റ്റീവ് ടൂൾസും എക്യുപ്മെന്റ്സ് ഓർ സപ്ലൈസ്. ഇൻഅഡിക്വേറ്റ് സപ്പോർട്ട്സ് ഓർ ഗാർഡ്സ്. നേരത്തെ പറഞ്ഞ പോലെ റൊട്ടേറ്റിംഗിൽ ആ സ്പിൻ അവിടെ ഒരു ഗാർഡ് ഇല്ലെങ്കിൽ പാടാണ്. കൺജക്ഷൻ ഇൻ ദ വർക്ക് സ്പേസ്. എങ്ങനെയാന്ന് വെച്ചാൽ ഒരു വർക്ക് സ്പേസിൽ നല്ലൊരു സ്പേസ് ഇല്ല, നല്ല എല്ലാം കൂടി കിടക്കുന്ന അതാണ് ഒരു പൂർ ഹൗസ് കീപ്പിംഗ്. ആ ഒരു സ്ഥലത്തിനകത്ത് നമുക്ക് ആവശ്യമുള്ള മാത്രം, ഇപ്പൊ നമുക്ക് ഇത്ര ഒരു കുറച്ച് ഏരിയ ഉള്ളൂ, ആ കുറച്ച് ഏരിയക്കൊക്കെ നമുക്ക് ആവശ്യമുള്ള മാത്രം വെച്ച് കീപ്പ് ചെയ്ത് റാക്കിൻ്റെ കീപ്പ് ചെയ്യുക, റാക്കിൻ്റെ ഒന്നും തള്ളിയിരിക്കാതെ അങ്ങനെയൊക്കെ നമ്മൾ നോക്കുന്നതാണ് നല്ല ഹൗസ് കീപ്പിംഗ്. അപ്പം എന്താണ് ഇങ്ങനത്തെ കുറച്ച് പ്ലേസിൽ ഇങ്ങനെ വാരി, നല്ല ഹൗസ് കീപ്പിംഗ് ഒന്നും ഇല്ല, ചുമ്മാ എല്ലാം വാരിയൊക്കെ ഇട്ട് നീ കുറച്ച് സ്പേസിലേ ഇങ്ങനെ കുറേയൊക്കെ വാരി ഇട്ടുന്നത് എങ്ങനെയാണ് അവിടെ ആക്സിഡന്റ് നടക്കാൻ എന്തായാലും ചാൻസ് ഉണ്ട്. അതാണ് അതൊരു എന്താണ് അൺസേഫ് കണ്ടീഷൻ. ഓക്കെ, ഇൻഅഡിക്വേറ്റ് വാർണിംഗ് സിമ്പിൾസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഒരു ഹോള് കാണും, പക്ഷെ അവിടെ കുഴിച്ചവർക്കൊക്കെ അറിയത്തുള്ളൂ. നമുക്കിപ്പം പുതിയ ഒരു ഔട്ട്സൈഡറിന് പെട്ടെന്ന് വന്നാൽ അവിടെ എന്താണ് അങ്ങനെ ഒന്നും പെട്ടെന്നൊന്നും അറിയില്ല. ഓക്കെ, ഒരു ലൈറ്റ് ഒന്നും ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ അറിയത്തില്ല. അപ്പൊ അവിടെ വാർണിംഗ് ബോർഡ് കൊടുത്തില്ലെങ്കിലോ പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഇൻസ്ട്രക്ട് ഇങ്ങനെ ഒന്നും കൊടുത്തില്ലെങ്കിൽ അവിടെ എന്തുവാ ആക്സിഡന്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. അതാണ് വാർണിംഗ് സിസ്റ്റം. അസാഡസ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ. ഓക്കെ,